ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ രാജഗിരിയിൽ കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്തിന്റെയും കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നാട്ടുകാരുടെയും സംയുക്ത പരിശ്രമത്തിന്റെ ഫലമായി രാജഗിരി പ്രദേശത്ത് നശിപ്പിക്കപ്പെട്ട ഫോറസ്റ്റ് ഫെൻസിംഗ് പുനഃസ്ഥാപിക്കാനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട പഞ്ചായത്ത്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി. ഉടൻ തന്നെ സോളാർ ഫെൻസിംഗ് ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഈ പ്രദേശം കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നമുക്കറിയാം, ഇന്ന് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഈ ജനവാസ മേഖലയിൽ കാട്ടാനകളുടെയും വന്യമൃഗശല്യങ്ങളുടെയും ഏറെ ദുരിതം അവരനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ ഉള്ളത്. ഇന്ന് ഈ ഭാഗത്തുള്ള ജനങ്ങളും കർണാടക ഫോറസ്റ്റ് അധികൃതരും കൂടി ശ്രമദാനമായി സോളാർ വേലിക്കകത്തുള്ളോട് ചേർന്ന് കിടക്കുന്ന മരങ്ങളും കാടുകളും എല്ലാം വെട്ടിത്തെളിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വളരെയേറെ ദുരിതം അനുഭവിക്കുന്നു. കാരണം അവർ ഏത് നിമിഷവും അവർക്ക് അപകടമുണ്ടാകാവുന്ന സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പദ്ധതിയിൽ സോളാർ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു ആവശ്യമായി അവർ പറയുന്ന ഒരു മുളപ്പാലമാണ്. തൽക്കാലം അത് റിപ്പയർ ചെയ്യാനുള്ള ഫണ്ട് ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അടുത്ത വർഷങ്ങളിൽ അതൊരു നല്ല ഇരുമ്പ് പാലമാക്കി മാറ്റി ഈ പ്രദേശത്തിൻ്റെ ആ ഒരു ദുരിതാവസ്ഥ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ എന്തായാലും ചെയ്യുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ 8-ാം വാർഡിൽ ഈ ഇടനഗറിൽ ഇന്നലെ മുതൽ ഒരൊറ്റയാൻ വന്നിട്ട് ഈ പ്രദേശമാകെ വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ധാരാളം കർഷകരും ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ജനങ്ങളെല്ലാം വളരെ ആശങ്കയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുകയും പഞ്ചായത്തിൽ നിന്നൊരു സംഘം കൂടെ ഇവിടെ എത്തിയത്. ഏതായാലും ഈ പ്രദേശത്തെ നാട്ടുകാരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായി ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ സോളാർ ഫെൻസിങ് റിപ്പയർ ചെയ്യാന്നുള്ള ഫസ്റ്റ് ദൗത്യമാണ് ആദ്യം ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ആന ഇറങ്ങുന്നതിന് അതിൻ്റെ അതിര് തെളിച്ചിട്ട് താൽക്കാലികമായി തടയുന്നൊരു സംവിധാനം ആക്കിയിട്ടുണ്ട്. ഏതായാലും ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ സോളാർ ഫെൻസിങ് അതിൻ്റെ വനാതിർത്തി മൊത്തം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഏതായാലും ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉപയോഗിച്ച് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തൊക്കെ സംയുക്തമായിട്ടൊരു പദ്ധതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കേണ്ടത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ് കണ്ണൂരിൽ നിന്ന്. അതിന് റിക്വസ്റ്റ് പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. അവരുടെ എസ്റ്റിമേറ്റ് കിട്ടിയ മുഖേന അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ശാശ്വതമായ പരിഹാരത്തിനുള്ള ശ്രമം എന്തായാലും ഉടൻ തന്നെ ഉണ്ടാവും. അതുവരെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇവർ നാട്ടുകാരുടെ നേതൃത്വത്തിലൊരു സംഘം ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അതിന് നേതൃത്വം കൊടുക്കാനൊരു സംഘത്തെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങോട്ടൊരു താൽക്കാലികമായ ഒരു പാലം അതിന് പഞ്ചായത്ത് പദ്ധതിയിൽ വക ഇരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പഞ്ചായത്ത് മറ്റു കാര്യം കൂടെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, ഇവിടെ നാട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പം ഇവിടെ ഒരു ഓഫീസ്, ശാശ്വതമായൊരു ഓഫീസ്, ബീറ്റ് ഓഫീസ് ഇവിടെ ഉണ്ടാകുക എന്ന് ഇപ്പം RFOയോടൊക്കെ സംസാരിച്ചപ്പം നമുക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കൂടെ നടത്താൻ പറ്റിയെങ്കിൽ ഈ ശാശ്വതമായൊരു പരിഹാരം ഇവിടെ ഉണ്ടാക്കാൻ കഴിയും. അപ്പം ഞങ്ങളത് അടുത്ത അജണ്ടയിൽ അത് വെച്ച് ചർച്ച ചെയ്തിട്ട് ഇവിടെ ശാശ്വതമായൊരു ബീറ്റ് ഓഫീസ് സർക്കാരിനോട് അപേക്ഷിച്ചിട്ട് ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ സ്ഥിരമായൊരു സംവിധാനം ഇവിടെ ഉണ്ടാവും എന്ന് ഞങ്ങൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനുള്ള ശ്രമം എന്തായാലും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഞാൻ കരുവഞ്ചാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്. എൻ്റെ സെക്ഷൻ്റെ അധികാര പരിധിയിൽ വരുന്ന സ്ഥലമാണ് ഈ പറയുന്ന രാജഗിരി ഭാഗത്തിലെ ഉന്നതിയിലേക്ക്. കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയായി ഈ ഭാഗത്ത് ആനയുടെ ശല്യം രൂക്ഷമായി വരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും കൂടി ചേർന്ന് ഏകദേശം 1 കിലോമീറ്ററോളം വരുന്ന ആന നശിപ്പിച്ച ഫെൻസിങ്, സോളാർ ഫെൻസിങ് പൂർത്തീകരിക്കും. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. ആനവേലി പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്പർ അതിനകത്ത് മുൻകൈ എടുത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുതൽ. അന്നേരം ബാക്കിയുള്ള കാര്യങ്ങളും ശരിയാണ്. ഞങ്ങൾക്ക് മുളപ്പാലം വേണം. ഈ വർഷം മുളപ്പാലം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത തവണ ഞങ്ങൾക്ക് എന്തായാലും ഇരുമ്പ് പാലം, 2 അടി പാതയുള്ള ഇരുമ്പ് പാലെങ്കിലും അവിടെ നിർമ്മിച്ചു തരണമെന്ന് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവരോട് പറയുന്നതാണ്. അതൊരിക്കലും ഇതുവരെ അവർ ആരും സംഘടിപ്പിച്ച് തരുമോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കത് ഇവരോട് പറയുമ്പോൾ എപ്പോഴും ഫണ്ടില്ല. പിന്നെ ടോൾസ് അവിടെ ഇതാക്കി JCB കൊണ്ടുവന്ന് നിരപ്പിലാക്കി. പിന്നെ പറഞ്ഞാൽ അടിയുറപ്പില്ല. കാര്യങ്ങോട് ഉഴയ്ക്ക് അടിയുറപ്പില്ലെങ്കിൽ കടലിന് അടിയുറപ്പ് ഉണ്ടാവില്ല. നമ്മൾ ഈ ലോകം മുഴുവൻ കണ്ട് എല്ലാം നടക്കുന്നവരാണ്.
പിന്നെ മത്തൻചാട്ടൻ അന്നേരം പറഞ്ഞായിരുന്നു പിന്നെ എൻ്റെ പാറയ്ക്ക് തമരടിച്ചിട്ട് അക്കരയ്ക്ക് പാലം അടിച്ചോ എന്ന് പറഞ്ഞു. അന്നേരം അവർ പിന്മാറിയിട്ട് പോവുകയാണ് ചെയ്ത് എല്ലാ കാര്യങ്ങൾക്കും. ഒരു കാരണത്തിൽ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ കാണുന്ന ഇതിൽ രക്ഷപ്പെടാൻ കഴിയില്ല. നേരെ അക്കരയിലും ഇത് തന്നെ കർണാടക പോസ്റ്റ് തന്നെ. ഇതിലെ തോട് ഇറങ്ങി ഈ വെള്ളം ഇതിലേക്ക് കുറ്റി പോകുന്നതാണ്. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം മെയിനായിട്ടെന്ന് വെച്ചാൽ എല്ലാവരും ഇറങ്ങി പുറപ്പെടാൻ കാരണം ആന കയറി ടൗണിലേക്ക് പോകാൻ തുടങ്ങി. അന്നേരം അതിനെ സംബന്ധിച്ച് എല്ലാവരും ഒരു ധാരണയിലെത്തി. എന്താ വെച്ചാൽ അക്കരെ വേലി കളിക്കുക, വേലി പുലർന്ന് നിൽക്കുക, എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടി കമ്മിറ്റി കൂടിയിട്ട് ഇവിടെ ജീവിക്കാൻ ഉള്ളൊരു സംവിധാനം ആക്കാം എന്നാണ്. ഉറപ്പൊന്നും പറഞ്ഞില്ല. എല്ലാവരെയും വിളിച്ചു കൂട്ടിയാലേ നമുക്ക് തീരുമാനം പറയാൻ പറ്റുള്ളൂ. എന്നാൽ അതിനെ സംബന്ധിച്ചോളം നമുക്ക് പറയാനുള്ള അന്തിമ തീരുമാനമായിരിക്കണം. അല്ലാതെ ഞങ്ങൾ ഇക്കരെ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ അക്കരെ ഇട്ട് തുഴയ്ക്കരുത്. അതിന് എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് വേണം. കോഴിച്ചാൽ ഉരുവട്ടിപ്പരിധിയിൽപ്പെട്ട 5 കുടുംബങ്ങൾ രാജഗിരി താമസിക്കുന്നുണ്ട്. നിരന്തരമായ കാട്ടാനശല്യത്തെ ഭയന്നിട്ടാണ് 5 ST കുടുംബാംഗങ്ങളും ഇവിടം വിട്ട് മറ്റു പ്രദേശങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. നിത്യനിവൃത്തിക്ക് പോലും വകയില്ലാതെ പകലന്തിയോളം കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നതിന് വാടക കൊടുക്കാൻ പോലും അവർക്ക് നിവൃത്തിയില്ല. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റ് ഭരണസമിതി അംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ ദയനീയാവസ്ഥ കണ്ടുകൊണ്ട് അടിയന്തരമായി അവർക്കൊരു പരിഹാരം ഉണ്ടാക്കുന്നുണ്ട് ശ്രമം നടത്തണം. ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു മുളപ്പാലം ഇവിടെ നിർമ്മിക്കുക. അതിനുശേഷം അവർക്ക് അക്കരെ സഞ്ചാരയോഗ്യമാക്കുന്നതിനും ഇവിടെ താമസിച്ചുകൊണ്ട് അവരുടെ കൃഷിയും വീടും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടും അടിയന്തര ഒരു പാലം നിർമ്മിച്ചു കൊടുക്കണമെന്ന് ഊരുമുപ്പൻ്റെ ഭാഗത്തുള്ള ഒരു അപേക്ഷയാണിത്. ആന സ്ഥിരമായിട്ട് കയറാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയിലേറെയായി. അപ്പം അതിനെ നിയന്ത്രിക്കേണ്ട ഒരു പ്രവൃത്തിയിലേക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആനവേലി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ മെയ് വരെ നല്ല സുഗമമായിട്ട് നടന്നുകൊണ്ടിരുന്ന ആന കയറാതിരുന്നതാണ്. അതിനുശേഷമാണ് ഈ വേലി തകർന്നു പോയതും ആന സ്ഥിരമായിട്ട് കയറാൻ തുടങ്ങിയതും. അപ്പോൾ ഈ ആനവേലി സംരക്ഷിച്ചു കഴിഞ്ഞാൽ ആന കയറാണ്ടിരിക്കും. ആ ആനവേലി ജനങ്ങളുടെ സഹകരണത്തോടെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഒരു 1.5 മാസക്കാലമായി ഇവിടെ കാട്ടാനശല്യം രൂക്ഷമായിട്ട് ഈ പ്രദേശം കടന്ന് ജനവാസ മേഖലയിലേക്ക് കടന്നു ചെന്നു. അവിടെയും ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ഈ സോളാർ ഫെൻസിങ് ഒന്ന് പുനഃസ്ഥാപിക്കുവാൻ എല്ലാവരും തീരുമാനിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 7 പേര് വരികയും ബാക്കി നാട്ടുകാരെല്ലാവരും കൂടി ഈ ഫെൻസിങ് വെട്ടിത്തെളിച്ച് അതിൻ്റെ പണി പുരോഗമിക്കുകയാണ്. ഇവിടെ ആൾക്കാർക്ക് വേണ്ടത് വരും മഴക്കാലങ്ങളിൽ ഈ ഫെൻസിങ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇവർക്കൊരു പാലം വേണം. അത് കഴിഞ്ഞ വർഷങ്ങളിൽ അവർക്കില്ലായിരുന്നു. അത് കാരണം ഇവർക്കത് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞതുപോലെ ആന അതിൽ നോക്കിയല്ല വരുന്നതെന്ന് ചേട്ടൻ പറഞ്ഞു. അത് ശരിക്കും സത്യം തന്നെയാണ്. കാരണം ഇവിടെയുള്ള ആൾക്കാരെ ഇവിടെ സ്ഥിരം അവർ താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവരുടെ ഭൂമി വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഒരു സുരക്ഷിതമായി താമസിക്കുവാൻ ഒരവസരം അവർക്ക് കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.